ഒരു മാജിക് നിങ്ങളെ കാണിച്ചു തരാം. ഇരിക്കുന്ന പാത്രം കണ്ടോ? ഈ പാത്രത്തിൽ എല്ലാം മറിഞ്ഞല്ലേ ഇരിക്കുന്നത്. നോക്കിക്കേ, ആണോ? ഓക്കെ, ഇന്നൊന്ന് കണ്ണടിച്ചിട്ട് നോക്കിയേ. കണ്ണടിച്ചിട്ട് തുറന്നു നോക്കിയേ. 2-3 പാത്രങ്ങൾ നേരെ ഇരിക്കുന്നുണ്ടോ? 2-3 പാത്രങ്ങൾ. എന്താണ് അങ്ങനെ ഇരിക്കുന്നത്? 2-3 ചെറിയ പാത്രങ്ങൾ നേരെ ഇരിക്കുന്നത് എന്താ? ആദ്യം നോക്കിയപ്പോൾ എന്താ കാണാൻ? എന്താ കാണാത്തത്? എന്തെങ്കിലും ഇഷ്യൂ വരുമ്പോഴേ കാണുള്ളൂ, എന്തെങ്കിലും പ്രോബ്ലംസ് വരുമ്പോഴേ കാണത്തുള്ളൂ. അതല്ല, ചെറിയ പാത്രങ്ങൾക്ക് വിലയില്ലേ? ചെറിയ പാത്രങ്ങൾ നമ്മൾ എന്താ പെട്ടെന്ന് ശ്രദ്ധിക്കാൻ? എന്താ ചെറിയ പാത്രങ്ങൾ ശ്രദ്ധിക്കാൻ? വലിയ പാത്രത്തിലാണല്ലോ ആദ്യം നോട്ടം പോയത്. ചെറിയ ആൾക്കാർക്ക്, പാവപ്പെട്ട ആൾക്കാർക്ക്, ചെറിയ ആൾക്കാർക്ക്, സാധാരണ ആൾക്കാർക്ക് ഒരു വിലയില്ലേ? അല്ലെങ്കിൽ ഗവൺമെൻറ് കാണുന്നത് അങ്ങനെയാണോ? അതോ നമ്മളെല്ലാവരും കാണുന്നത് അങ്ങനെയാണോ? വലിയ ആൾക്കാരെ മണിയടിച്ച് നിൽക്കും, ചെറിയ ആൾക്കാരെ കാലുകൊണ്ട് തൊഴിക്കും, ചവിട്ടിക്കൊല്ലും. ഒരു പട്ടിയും ചോദിക്കാൻ ചെല്ലണമെന്നാണോ നിങ്ങൾ പറയുന്നത്? അങ്ങനെയാണോ? കഴിഞ്ഞ ദിവസം ഒരു ഭാര്യ സ്വന്തം ഭർത്താവിന് വയ്യാഞ്ഞിട്ട് മരണപ്രാളം കൊണ്ട് സ്കൂട്ടറിന് പുള്ളിക്കാരൻ പാഞ്ഞ് ഹോസ്പിറ്റലായിട്ട് പോയി. ഏത് ഹോസ്പിറ്റലായിട്ട്? സർക്കാർ ഹോസ്പിറ്റലായിട്ട്. എന്തിന്? വിശ്വാസമുണ്ട്, ട്രസ്റ്റുകളുണ്ട്, പൈസ കുറവുണ്ട്. സർക്കാർ ആശുപത്രി പോയപ്പോൾ നേരെ ചെന്നപ്പോൾ അവിടെ സ്റ്റാഫ്സിനെ വിളിച്ചിട്ട്, അവിടെ ഡോക്ടർമാരെ വിളിച്ചിട്ട് അവർ പട്ടി കയറാതിരിക്കാൻ വേണ്ടി ഹോസ്പിറ്റലിൽ അടച്ചിട്ടേക്കുന്നത്. അവർ ചികിത്സയ്ക്ക് വേണ്ടി കുറേ കെഞ്ചി നടന്ന്. പക്ഷേ ആ പുള്ളിക്കാരൻ ആ ടൈമിൽ അനുഭവിക്കുന്ന പെയിൻ കണ്ട നമ്മൾ മരിക്കാൻ പോകുന്ന ഫീൽ നമുക്ക് വരുവാ. ആ വീഡിയോ കണ്ട് പുള്ളിക്കാരൻ പറഞ്ഞതെന്നറിയോ? പുള്ളിക്കാരൻ വെപ്രാളം, പരവേഷം, പുള്ളിക്കാരൻ മരണവെപ്രാളം കൊണ്ട് പുള്ളിക്കാരൻ പറഞ്ഞത്, എനിക്ക് 2 മക്കളുണ്ട്, അവരെ അങ്ങനെ നോക്കണം ആ ഒരു ഡയലോഗൊക്കെ പറയുന്നുണ്ട് ഇടയ്ക്ക്. ആ മരണവെപ്രാളത്തിനിടയ്ക്ക് ചികിത്സ എങ്ങനെയാണ് മരിച്ചത്? ചികിത്സ കിട്ടാതെയാണ് മരിച്ചത്. എന്തിനാണ് സ്റ്റാഫ്സും ഡോക്ടേഴ്സും അവിടെ നിൽക്കുന്നത്? പട്ടി കയറാതിരിക്കാൻ വേണ്ടി ഒരു ഹോസ്പിറ്റലിൽ അടച്ചിട്ടേക്കുന്നത്, ചികിത്സ നിഷേധിച്ചെന്ന് പറയുമ്പോൾ ഒന്ന് ആലോചിക്കുക. ആരാണ് കുറ്റക്കാർ? സ്റ്റാഫാണോ? നഴ്സുമാരാണോ? ഡോക്ടർമാരാണോ? അല്ല, നമ്മൾ ഓരോരുത്തരും. ഞാനും ഇത് കണ്ടോ, ഈ അടയാളം കണ്ടോ? ഇതാണ് കുറ്റക്കാർ. നമ്മൾ ഓരോ കാര്യം വരുമ്പോഴും സോഷ്യൽ മീഡിയയിലും കമൻറ്റ് സെക്ഷനിലും വന്ന് കുരച്ചിട്ടും അതുപോലെ അവിടെ കിടന്ന് ഡയലോഗ് ഓടിച്ചിട്ടും ഞാനിപ്പോൾ ചെയ്യുന്ന പോലെ വീഡിയോ ചെയ്തിട്ടും ഒരു കാര്യമില്ല. നമ്മൾ പ്രതികരിക്കണം. നമ്മൾ വോട്ട് ചെയ്ത് ജയിപ്പിച്ച ആൾക്കാരാണ് ഈ ചെറിയ ആൾക്കാർ. നേരത്തെ കാണിച്ച ഒരു എക്സാമ്പിൾ പോലെ ചെറിയ ആൾക്കാരെ പട്ടികളെ പോലെ കാണുന്ന ഒരു സമൂഹത്തിലാണ് നമുക്ക് ജീവിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ പൈസ ഇല്ലെങ്കിൽ ഒരു വിലയില്ല, ഒരു മാങ്ങാത്തോലില്ലെന്ന് പറയുന്ന ഒരു സമൂഹത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഇപ്പോൾ ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടി ആ സ്റ്റാഫ്സിനെ വേണമെങ്കിൽ, ആ ഡോക്ടർമാരെ വേണമെങ്കിൽ അവർ സസ്പെൻഡ് ചെയ്യും. ഗവൺമെൻറ് സസ്പെൻഡ് ചെയ്യും. എന്തിന്? നമ്മുടെ കണ്ണിൽ പൊടിയിടാൻ. അതുപോലെ ഷിംജിത, മറ്റേ ബസ്സിലെ ഇഷ്യൂ, അവൾ ജയിലിലാണ് ഇപ്പം. അവളെ വേണമെങ്കിൽ ഒരു 2-3 ദിവസം കഴിയുമ്പോൾ പിടിച്ചിറക്കും. അതാണ് ഇവിടുത്തെ നിയമം എന്ന് പറയുന്നത്. അതാണ് ഇവിടുത്തെ നിയമം. നമ്മളെ കണ്ണിൽ പൊടിയിട്ടിട്ട് നമ്മളൊരു 5-6 മാസം കഴിയുമ്പോൾ നമ്മളത് മറക്കും. എല്ലാവരും മറക്കുമെന്ന് വിചാരിച്ച് ആ ഒരു ടാക്ടിക്കൽ മൂവാണ് ഗവൺമെൻറ് ചെയ്യുന്നത്. അതിപ്പോൾ ഏതൊരു ഗവൺമെൻറ് ആയാലും, BJP ആയാലും, UDF ആയാലും, LDF ആയാലും, ഏതൊരു പാർട്ടി ആയാലും അങ്ങനെ തന്നെയാണ്. നമ്മൾ ഈ കൊടിയും പിടിച്ച് കൊണയും പറഞ്ഞു നിൽക്കുന്ന എല്ലാവന്മാരും. എന്താണ് പുള്ളി മരിക്കാൻ കാരണം? സാധാരണക്കാരനാ, ചെറിയ ആൾക്കാരെ നമ്മൾ പെട്ടെന്ന് കാണത്തില്ലല്ലോ. അവർ ചെറുതല്ലേ, വലിയ ആൾക്കാരല്ലേ വലുത്.